ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. അതവൾ ക്ഷവരം ചെയ്യിച്ചതുപോലെ അല്ലയോ? സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്രിച്ച് കളയട്ടെ. കത്രിക്കുന്നതോ ക്ഷവരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. 1 കൊരിന്ത്യർ 11:4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ. എല്ലാറ്റിനെയും യുക്തി കൊണ്ട് അളക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ പറയുന്നത് കൊരിന്ത് സഭയിൽ ആരാധനയ്ക്ക് കൂടി വരുമ്പോൾ നേരിടേണ്ടി വന്ന ഒരു ക്രമപ്രശ്നമാണ്. ആരാധന കാര്യങ്ങളിൽ എപ്പോഴും സഭകൾക്ക് ആധാരമായിരിക്കുന്നത് അപ്പസ്തോലിക പാരമ്പര്യവും ആദിമ സഭയുടെ പാരമ്പര്യവുമാണ്. താഴേക്ക് വരുന്ന ഭാഗങ്ങളിൽ സ്ത്രീയുടെ തല പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷന് വിധേയപ്പെട്ടു വേണം സഭയിൽ പെരുമാറാൻ എന്ന് സൂചിപ്പിക്കുവാനാണ്. അതല്ലാതെ സ്ത്രീ പുരുഷ സമത്വം പറയുവാനല്ല. ഉൽപ്പത്തി പുസ്തകം 3:16 പാപം ചെയ്ത സ്ത്രീയെ ദൈവം ശപിച്ചിട്ട്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയുടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കുമെന്ന് വായിക്കുന്നു. ഈ വാക്യം എടുത്തു പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ മേൽ പുരുഷന് ആധിപത്യം ഉണ്ടെന്ന് വാദിക്കാവുന്നതല്ല. ക്രിസ്തുവിന്റെ ശിരസ് ദൈവം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ദൈവത്തെക്കാൾ താണവനാണെന്ന് വരുന്നില്ല. എന്നാൽ കർത്താവിൽ സ്ത്രീയെ കൂടാതെ പുരുഷനും പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല. രണ്ടുപേരും പരസ്പര പൂരകങ്ങളായി വർത്തിക്കണം. കൊരിന്ത് സഭ പൗലോസ് പഠിപ്പിച്ച പാരമ്പര്യം അനുസരിച്ച് ജീവിച്ചതുപോലെ കിഴക്കൻ സഭകളും ചില പാരമ്പര്യങ്ങൾ ആരാധനയിൽ നിലനിർത്തുന്നു. മധ്യ പൗരസ്ത്യ ദേശങ്ങളിലുള്ള ഇസ്ലാം മതം, യഹൂദ മതം, സിഖ് മതം, സ്വരാഷ്ട്രീയൻ മതം മുതലായവയിൽ ആരാധനാ സമയത്തും പുരുഷന്മാർ തലമൂടി പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഈ പതിവ് പൗരസ്ത്യ സഭകളെയും സ്വാധീനിച്ചിരിക്കാം. മേൽപ്പട്ടക്കാരും പട്ടക്കാരും ധരിക്കുന്ന ശീലമുടി 4-ാം നൂറ്റാണ്ട് മുതൽ വളർച്ച പ്രാപിച്ച സന്യാസ സമൂഹം ധരിച്ച ശിരോവസ്ത്രത്തെ അനുസ്മരിപ്പിക്കുന്നു. മേൽപ്പട്ടക്കാർ ധരിക്കുന്ന ശീലമുടി ജനങ്ങളെ അഭിമുഖമായി നിന്ന് ആരാധിക്കുമ്പോൾ ധരിക്കുന്നു, കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുമ്പോൾ ധരിക്കുന്നില്ല. കാരണം പുറപ്പാട് പുസ്തകം 34:29 മുതൽ 35 വരെ പറയുന്ന മോശ സീനായി മലയിൽ നിന്ന് കൽപ്പലകളുമായി ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖ തേജസ് ജനങ്ങൾക്ക് കാണാൻ പറ്റാതെ ധരിച്ച മൂടുപടത്തെ അനുസ്മരിപ്പിക്കുന്നു. കൊരിന്ത് സഭയിലെ സ്ത്രീകളും പുരുഷന്മാരോട് സമത്വം പ്രഖ്യാപിച്ചുകൊണ്ട് മൂടുപടം ധരിക്കാതെ പ്രാർത്ഥിക്കുന്ന പതിവ് ഓർത്തുകൊണ്ടാണ് അങ്ങനെയുള്ളവർ മുടി കത്രിച്ച് കളയട്ടെ എന്ന് പറയുന്നത്. ഇന്നത്തെ വനിതകൾ പലരും മുടി കത്രിച്ച് കളയുന്നുണ്ട്. അതുകൊണ്ട് അവർ മൂടുപടം ഇടണമോ എന്ന് ചോദിക്കുന്നുണ്ട്. 11:5 തന്നെ തലയെ അപമാനിക്കാതിരിപ്പാൻ സ്ത്രീ മൂടുപടം ഇടാൻ പറയുന്നു. ആയതിനാൽ ഇന്നത്തെ സഭയിലും സ്ത്രീ മൂടുപടം ഇടണം. യഹൂദന്മാരുടെ ഇടയിൽ പുരുഷന്മാരോടുള്ള വിധേയത്വം കാണിക്കാനും തന്റെ പവിത്രത പ്രഖ്യാപിക്കാനുമാണ് തല മൂടുന്നത്. വിവാഹ സമയത്ത് മൂടുപടം മണവാളനോടുള്ള വിധേയത്വവും അവനുവേണ്ടി മാത്രം വേർതിരിച്ചിരിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്. 1 കൊരിന്ത്യർ 11:9 സ്ത്രീ പുരുഷനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പുരുഷന്റെ ഉപഭോഗ വസ്തുവായി അവളെ ഉപയോഗിക്കാതെ അവളെ തക്ക തുണയായി കാണുവാൻ പുരുഷന് കഴിയണം. ഗലാത്യർ 3:28 ക്രിസ്തു യേശുവിൽ സ്ത്രീ പുരുഷ ഭേദമില്ല എന്ന് പറയുന്നു. 11:15 സ്ത്രീ മുടി നീട്ടിയാൽ അതവൾക്ക് അലങ്കാരമാണ് എന്ന പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? ഇന്നിന്റെ മക്കൾ പുരുഷൻ മുടി നീട്ടിയും സ്ത്രീ മുടി മുറിച്ചും ദൈവകൽപ്പനയെ തന്നെ മറുത്ത് ജീവിക്കുന്ന ഒരു തലമുറയായി മാറിയിരിക്കുന്നു. ക്രിസ്തീയ സഭയിലെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.